വിവാഹ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനായ ദേവദാസും പാസ്റ്ററും ജാക്സൺ വർഗീസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അനുഗ്രഹമായ സന്ദേശം കൈമാറിയ കർത്തൃദാസും പാസ്റ്റർ SS രാജീവ് ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ രമേശ്. അനേക ദേവദാസന്മാരുടെയുണ്ട്. എല്ലാവരും അവിടെ ശ്രമിക്കുന്നു. നല്ല ഗായകസംഘം വിശിഷ്ടാതിഥികളായ കുട്ടികൾക്കും അങ്ങനെ ശിക്ഷകരുടെ VIP-കളാകുന്ന റിജുമോഹൻ ആര്യ. വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. കർത്തൃദാസൻ പാസ്റ്റർ ജാക്സൺ ഇന്ത്യനായ സുവിശേഷ പ്രഭാഷകനാണ്. അദ്ദേഹം ക്ഷണിച്ചതുകൊണ്ടാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നത്. പാസ്റ്റർ വിളിച്ചവരെ നല്ല രാത്രി മാത്രമാണ് നോക്കിയത്. അതുകൊണ്ടാണ് അവിടേക്ക് വന്നത്. നല്ല കല്യാണമാണ്. 10 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇന്ത്യയിൽ പ്രസംഗിക്കാൻ പോകുന്നത്. 8 ദിവസം ഇവിടെ നിന്നുകൊണ്ട് 9-ാം ദിവസം ഇവിടെ വന്നു. വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഇപ്പോൾ കണ്ടിട്ട് അടിക്കുകയും കൊടുത്തിട്ട് വച്ചനെ എനിക്കത് പറ്റി. എനിക്കിത് പറ്റാമെന്നാണ് പറയാം. എല്ലാവരും ഒന്ന് കൈ പിടിച്ചായിട്ട് നന്നായിട്ട് കൈ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. സാധാരണ കല്യാണം നടത്താൻ വന്ന ഒരു 500, 1000, 2000 വരെയൊക്കെയാണ്. ഇതിനകത്ത് വളരെ കുറച്ച് ആളുകളുള്ളൂ. VIP-കളാണ് ഇരിക്കുന്നത്. ഒഴിയാൻ പാടില്ലാതെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഉണർവിയോഗം നടത്തുന്നവരെ ഞാൻ ചില്ലിച്ചില്ല നിൽക്കുകയായിരുന്നു. നല്ല എന്തെങ്കിലും സ്തോത്രമൊക്കെ പറഞ്ഞിട്ടിരിക്കുക. അങ്ങനെ തന്നെ ഇരിക്കണം. ദൈവം സഹായിക്കട്ടെ. ഭവനം, കുടുംബം, 2 പദങ്ങളുണ്ട്. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുണ്ട്. കൂടുമ്പോൾ ഇമ്പമില്ലാത്തത് കുടുംബമല്ല. പാരഡൈസ് എന്നോ ഹെവൻലി ഹോം എന്നോ ഒക്കെ വീട്ടുകാർ എഴുതി വെക്കാം. അതൊക്കെ രീതിയും വാക്കുമായി. ഭവനം 2ാമത്തെ പദമാണ്. ഭവനം എന്നതിന് 3 വാക്കിലേ ഉള്ളൂ. ഭാവന. പക്ഷെ ഭവനത്തിൻ്റെ ഭാ മാറിയാൽ വനമാണ്. ഭവനം വനമാകാൻ അധികം നേരം വേണ്ട. ഭവനത്തിൽ ഒന്നൊന്നിനെ ആശ്വസിപ്പിക്കുന്നു, ഒന്നൊന്നിനെ ധൈര്യപ്പെടുത്തുന്നു, ഒന്നൊന്നിനെ പോഷിപ്പിക്കുന്നു, ഒന്നൊന്നിനെ കണ്ണുനീരോടും. വനത്തിൽ ഒന്നൊന്നിനെ കീഴടക്കുന്നു, ആക്രമിക്കുന്നു, ഇരയാക്കുന്നു. ഇരിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാ. ചാപ്പാടടിക്കാൻ വന്നവരല്ല. നിങ്ങൾ ഇതുകൂടെ കേൾക്കാനും ആസ്വാദം. ഇതൊക്കെ പറയുന്നത് കല്യാണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരംകാരെ കല്യാണം കഴിക്കുക അതല്ല. ഇവരുടെ കൂടെ നിങ്ങൾ ഇരിക്കുക. നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. ഞാനിവിടെ ഇപ്പോൾ കൂടുതൽ കല്യാണം നടത്താൻ വരുന്നതാണ്. ദൈവം ഇപ്പോൾ ഞാൻ വന്നാൽ അത് കഴിയാതെ ഇത് കേട്ടാൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. കല്യാണം അവിടെ കല്യാണം വരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. നിങ്ങളുടെ വീട് വനമാണോ ഭവനമാണോ? കേരളത്തിലെ കുടുംബങ്ങളെ സാമൂഹ്യ ശാസ്ത്രത്തിൽ 3ആയി തിരിക്കുന്നു. 1 തകർന്നു പോയ കുടുംബങ്ങൾ, 2 നീറിപ്പോകുന്ന കുടുംബങ്ങൾ, 3 സ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾ. തകർന്നു പോയ കുടുംബങ്ങൾ 60%, 30%. നീറിപ്പോകുന്ന കുടുംബങ്ങൾ 60%. സ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾ 10%. 100 വീടെടുത്താൽ യഥാർത്ഥത്തിൽ സ്വസ്ഥതയുള്ളത് 10 വീടേ ഉള്ളൂ. അതാരുടെ വീടാന്ന് ഞാൻ പറയാം. ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പന അനുസരിക്കുന്ന വീട്. ബാക്കി എല്ലാം ഒരുപോലെ കണ്ടാൽ ഭയങ്കര ആഡംബരമൊക്കെയാണ്. ഒരു കാറിൽ യാത്ര ചെയ്യുന്നു, ഒരു സ്കൂട്ടറിന്റെ പുറകിൽ പോകുന്നു, കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നു. അവള് കയറി അവിടെ ചെന്നു. അപ്പൊ ഇവിടെ വെച്ച് എൻ്റെ അടി നിങ്ങളെന്ത് സന്തോഷത്തിലാണ്. നീ വണ്ടി ഓടിക്കുന്നു, എൻ്റെ ഭർത്താവ് വണ്ടി ഓടിക്കുന്നു, നീ പള്ളക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇതിയാനാണ് എൻ്റെ സ്കൂട്ടറിൽ വെക്കത്തില്ല, വെച്ചാത്തൊരടിയിലോട്ട് അകലെ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇവിടെ പറയാ എൻ്റെ അടി ഞങ്ങൾ തന്നെ വലിയ സന്തോഷത്തിലൊന്നുമല്ല. ഈ സ്കൂട്ടർ എടുത്ത ശേഷം 3 തവണ ഇയാൾ എന്നെ തെളിയിട്ടു. ഇനിയും വീണ ഇതിയാനെ കൊണ്ട് വീഴത്തുള്ളത് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇരിപ്പും പിടുത്തവും കണ്ടാൽ വലിയ സ്നേഹമാണ്. പക്ഷെ വീണ ഇതിയാനെ കൊണ്ട് വീഴാൻ കൂടെ വിടുന്നതാണ്. അപ്പൊ ഞാൻ പറയുന്നത് കാണുമ്പോൾ എല്ലാം സുഖമാണ്, പക്ഷെ അകത്ത് സ്വസ്ഥതയില്ല. ഇതിന്റെ പ്രാധാന്യം ഇത് ദൈവം സ്ഥാപിച്ചതാണ്. മനുഷ്യനേകനായിരിക്കുന്ന അന്നെല്ലാം ദൈവം കണ്ടു. ഞാനൊരു തക്കതായ തുണ, ഇണയുണ്ട്, തുണയുണ്ട്, തക്ക തുണയുണ്ട്. പ്രിയപ്പെട്ട റിജുമോനെ ആര്യ ഇണയല്ല, തുണയല്ല, തക്ക തുണയായിരിക്കും. ആദ്യത്തെ കല്യാണം നടത്തിയത് സ്വർഗത്തിലെ ദൈവമാണ്. ആ കല്യാണത്തിന് പുടവോടുപ്പില്ലായിരുന്നു, താലികെട്ടില്ലായിരുന്നു, ചെണ്ടമേളമില്ലായിരുന്നു, മോതിരമായിട്ടില്ലായിരുന്നു. ദൈവം ആദാമിന്റെ കയ്യിലോട്ട് ഹവ്വയുടെ കരം പിടിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നല്ലത്. മകളെ റിജുമോനെ ആര്യ ഇവിടെ വന്നവരൊക്കെ പലരും നല്ലതാന്ന് പറഞ്ഞിട്ട് പോകും. ചെറുക്കൻ നല്ലതാ, പെണ്ണ് നല്ലതാ, ഓഡിറ്റോറിയം നല്ലതാ, പൂ നല്ലതാ, ചാപ്പാട് നല്ലതാ.
പക്ഷെ ദൈവം നിങ്ങളെ നോക്കി നല്ലതെന്ന് പറയും. നിന്റെ ജീവിത പങ്കാളി നോക്കി ദൈവം നല്ലതെന്ന് പറഞ്ഞാൽ എന്നോ നല്ലതായിരിക്കും. ദൈവം കൊള്ളില്ലെന്ന് പറഞ്ഞാൽ ആരെല്ലാം കൊള്ളാമെന്ന് പറഞ്ഞാലും കൊള്ളില്ല. യജമാനെ ആര്യെ ഇന്ന് മാത്രമല്ല, കർത്താവ് വരാൻ താമസിച്ച 55 വർഷം കഴിഞ്ഞ് ദൈവം നിങ്ങളെ നോക്കി നല്ലതെന്ന് പറഞ്ഞു. ആദ്യത്തെ കല്യാണം നടത്തിയ ദൈവമാണ്. പക്ഷെ വലിയ സക്സസ് ഒന്നും ആയില്ല. കുറച്ച് കഴിയുമ്പോൾ അവരൊന്നും പ്രശ്നമുണ്ടായി. അതുകൊണ്ട് കല്യാണം നടത്തുന്നവരെ ആലോചിച്ചവരെയും കുറ്റം പറയരുത്, ജീവിക്കേണ്ട നിങ്ങളാണ്. ഈ കല്യാണം അങ്ങോട്ട് കഴിച്ചപ്പം ഹൗവ ആദാമിനെ നോക്കി, ആദാം ഹൗവയെ നോക്കി പറഞ്ഞത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസം മാംസം. എന്തോ സ്നേഹമാണ്. കല്യാണം കഴിക്കുന്ന ആദ്യത്തെ നാള് എന്തോ ഒരു സ്നേഹമാണ്. ചെറുക്കന് പെണ്ണിനെ എന്നാ വിളിക്കണമെന്നറിയില്ല, പെണ്ണിന് ചെറുക്കനെ എന്നാ വിളിക്കണമെന്നറിയില്ല. പിന്നെ എന്തൊക്കെയാ, മുത്ത്, ചങ്കെ, കരളെ, മുത്ത്. കുറച്ച് കഴിയുമ്പോൾ വിളി അങ്ങ് മാറും, മുടിഞ്ഞവളെ, മൂദേവി, രാക്ഷസി, അനുഭവസ്ഥൻ. തിരിച്ചു അതല്ല, ഹമീം, താമീം. കുറെ കഴിയുമ്പൊഴി മനുഷ്യ, മിസ്റ്റർ ജോർജ്, വേറെ ഒരാൾ വിളിക്കുന്നുണ്ടോ, സദാം ഹുസൈന്. എനിക്ക് നിങ്ങളോട് പറയാനോ മക്കളെ, ഇന്ന് വിളിക്കുന്നത് അവസാനം വരെ വിളിക്കാവുന്ന വിളിയെ ഇന്ന് വിളിക്കാവൂ. അപ്പൊ ആദ്യത്തെ കല്യാണം നടത്തി ദൈവം അവിടെ പ്രശ്നം ഉണ്ടായി. കാരണം ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ചില്ല. ഒന്നാമത്തെ പ്രശ്നം, ദൈവം തമ്പുരാൻ പറഞ്ഞു തോട്ടം സൂക്ഷിക്കണം ആദാമിനോട് എന്ന് പറഞ്ഞാൽ പുറത്തൊരാൾ നിൽക്കൊണ്ട് അകത്ത് കയറാൻ നിങ്ങൾ സൂക്ഷിക്കണം. പക്ഷേ പാമ്പ് വന്നപ്പോൾ, പിശാച് വന്നപ്പോൾ ആദാമിനെ കാണുന്നത് ഇവിടെ പോയെന്നറിയില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും, നിങ്ങൾക്കെല്ലാവാ ഭാര്യയും ഭർത്താവും അകലുന്നിടം പിശാച് കയറും. അതുകൊണ്ട് വേദോസം പറഞ്ഞു അകലരുത്. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകാൻ വേണ്ടി പരസ്പര സമ്മതത്തോടെ ചെറിയ കാര്യം ഉണ്ടായാൽ അടിച്ചു പിരിഞ്ഞ് വീട്ടിൽ പോകല്ലേ. നിങ്ങൾ തീർത്തു പോകും, ഞാൻ പോകാമെന്ന് കൊണ്ട് വായു കൊടുത്തോണ്ട് വീട്ടിൽ പോകരുത്. എന്തൊരു സ്വഭാവമുണ്ട് ഇന്നത്തെ സഹോദരന്മാർ. അതിനെ വിശദമായി പ്രസംഗിക്കുന്ന നേരമില്ല, കിട്ടി വരുക മഴയൊക്കെ വരും. പണ്ട് ഒരു കല്യാണം കഴിഞ്ഞാൽ ഈ നിങ്ങളൊക്കെ അനുഭവസ്ഥരാണ്, വീട്ടിലോട്ട് വന്നാലേ കാണും അല്ലേ. അത് എത്ര നാൾ കഴിഞ്ഞ് വേണം, 2-3 വണ്ടി കയറിയൊക്കെ വരണം. ഇപ്പം അടുത്തെടുത്താൻ തോന്നുന്നുണ്ട് അല്ലേ. അത് തന്നെ ഇപ്പോഴാണ് മൊബൈലും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, അന്ന് 4-5-6 പെൺപിള്ളേരാ. ഒന്നിൻ്റെ കഴിഞ്ഞ് അടുത്തന്നെ കെട്ടിക്കാൻ നീ നോക്കിയിരിക്കാം. ഇപ്പം നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. പെണ്ണിനെ കെട്ടിച്ചു വിട്ടാൽ ഉടനെ ക്യാമറ ഓണാക്കി വെച്ചേക്കാം. അടുക്കളയിൽ നിൽക്കുമ്പോൾ ക്യാമറ ഓണാ, അങ്ങോട്ട് തിരിയടി, ഇങ്ങോട്ട് തിരിയടി, ചിരി ഉപ്പിട്ടടി, അങ്ങ് തിരിയടി, മോളിഞ്ഞ് ഓരടി, മോളിഞ്ഞ് കൺട്രോൾ അവിടെ ആകും. ഞാനെപ്പോഴും പറയും, മാതാപിതാക്കളെ നിങ്ങൾ ജീവിച്ചു, അവർ ജീവിക്കട്ടെ. ചെറിയ പ്രശ്നങ്ങൾക്കാണ് അവരുടെ ഏറ്റവും അനി ഓരടി. ഇവിടെ ഒരു കല്യാണം കഴിയാൻ കാരണം വീട്ടിൽ അമ്മ ചോറ് വാരി കൊടുക്കുമായിരുന്നു, അമ്മായിയമ്മ ചോറ് വാരി കൊടുക്കുന്നു. കണ്ടോ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഇപ്പം മകളെ, പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഞാൻ അതിപ്രധാനമായ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് സൂക്ഷിച്ച് നടത്താം. ഒന്ന്, നിങ്ങൾ തമ്മിൽ കുറ്റപ്പെടുത്തരുത്. എന്നിട്ട് മണവാളൻ റിജു സുന്ദരനായിരിക്കുന്നു, ആര്യയും സുന്ദരിയായിരിക്കുന്നു. ഈ താടി ഏതാണ്, ഈശാൻ താടിയാണ്, ജപ്പാൻ താടിയാണ് പറയുന്നത്, നന്നായി ചേരുന്നുണ്ട്. അതുപോലെ മോളുടെ മുഖവും അതാ പൂച്ചകളുടെ ഒരുപോലെ ഇരിക്കുന്നു. അയ്യോ, നിങ്ങൾ കുശുമ്പല്ലോ, ഒന്ന് കയ്യടി തന്നെ. കുറച്ച് ദിവസങ്ങളിലെ ഭയങ്കര തിരക്കായിരിക്കും. ഈ വന്നവരും പുറത്ത് നിൽക്കുന്നവർ ഉൾപ്പെടെ നിങ്ങളെ ബുക്ക് ചെയ്യും വിരുന്നിന് വേണ്ടി. എല്ലാവരും പോകണം കേട്ടോ, കല്യാണം കഴിക്കുക. ഞാൻ പറഞ്ഞത് പുഷ്പക വിമാനത്തിലായിരിക്കും യാത്ര. കുറേ ദിവസത്തേക്ക് ആര്യക്കൊന്നും വെക്കേണ്ടതില്ല. ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒന്നും ഇഷ്ടമുള്ളത് ഒരുക്കി കാത്തിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പം വിമാനം ലാൻഡ് ചെയ്യും. പിന്നെ ഊണും വിരുന്നുകളി ഒന്നുമില്ല. ആരി ഉണ്ടാക്കി തരുന്നൊക്കെ ജിമ്മും കഴിക്കണം. നല്ല ഉണ്ടാക്കാനൊക്കെ അറിയാമോ? അല്ലെ പിന്നെ യൂട്യൂബ് ഉണ്ടല്ലേ. പ്രശ്നങ്ങളുണ്ടാകും. പ്രശ്നം ഉണ്ടാകില്ലെന്ന് വിചാരിച്ച് കുടുംബജീവിതത്തിൽ പ്രവേശിക്കരുത്. പ്രശ്നം ഉണ്ടാകുമ്പോൾ രുചു പറയരുത്, എത്രയോ കല്യാണം ആലോചിച്ചതാ, ഇവിടെ കിട്ടിയത് എൻ്റെ കട്ടകാലമായെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പറയരുത്, എനിക്ക് നല്ല ആലോചനയൊക്കെ വന്നതാ, ഇന്ത്യാൻ്റെ പറയുന്നത് ഇറങ്ങിയത് കട്ടകാലം പറയരുത്. നിങ്ങൾ രണ്ടുപേരും കൈയോട് കൈ കോർത്ത് പിടിക്കണം, ഒട്ടിമേൽ നിൽക്കണം, പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഒരു കുതിര 2 ടൺ ഭാരം വഹിക്കും, പക്ഷെ 2 കുതിരയ്ക്ക് 26 ടൺ ഭാരം വഹിക്കാൻ കഴിയും. നിങ്ങൾ രണ്ടുപേരും ദൈവവും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് ഭാരം വഹിക്കാൻ കഴിയും. കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവും. പക്ഷെ പ്രശ്നം ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകും. എൻ്റെ കൂടെ എല്ലാവരും പോവാം. സൂര്യൻ അസ്തമിക്കുമ്പോൾ പ്രശ്നം പറഞ്ഞത് കാര്യമായി വഴക്കൂടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ
അതിലൂടെ എഴുന്നേറ്റിരുന്ന ഈ 2026 ഏറ്റവും നുണയാനുള്ള അവാർഡ് ആ പുള്ളിക്ക് കൊടുത്തു. കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ട്. പണ്ട് കൊച്ചുവേച്ചി പ്രസംഗിച്ച കാലത്ത് ചോദിച്ചു ഭാര്യയുമായി വഴക്കൂടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരാൾ എഴുന്നേറ്റ് തന്നു. കൊച്ചുവേച്ചി എത്ര നാളായതാ കല്യാണം കഴിച്ചിട്ടെന്ന്? അപ്പം 2 ദിവസമാണ്. അടികൂടാൻ തുടങ്ങിയില്ലല്ലോ. കുടുംബമാണോ പ്രശ്നം? പക്ഷേ പ്രശ്നം പരിതീർക്കണം. ഇത് എല്ലാവരും കൂടെ പറയും. രാത്രിയാകാൻ കാത്തു നിൽക്കണം, പറഞ്ഞു തീർക്കണം. 2, ഭാര്യയെ ഭർത്താവിനെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവരോട് മാത്രം എല്ലാവരും കുറച്ചു നേരം ഉള്ളതിൻ്റെ കേട്ടോ, നിങ്ങളെ ഭാഗ്യമാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. ഒരു 45 വയസ്സ് വരെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ 45 കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങും. പിന്നെ താരതമ്യമാണ്. ഈ TV തുറന്നാൽ അതിൽ മൊത്തം വെളുത്തതേ ഉള്ളൂ. ഇരുണ്ട കളറുകാരും ബ്ലാക്കും ഒന്നുമില്ല, മൊത്തം വെള്ള. ഞാനകത്ത് പെണ്ണുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ മുഖമല്ല വട്ടമുഖം, ആപ്പിളിൻ്റെ കളറ്, കൈയാണ് പതുപതിരിക്കുന്നു. നിന്റെ ഭാര്യയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ വട്ടമുഖത്തിൽ ഒരു ഓവൽ ഷേപ്പ്, മുട്ടയുടെ ഷേപ്പ്, പതുപതിത്ത കൈകൾക്ക് വരും, പരുവരുത്ത കൈകൾ, പാടിയ മുഖം, കൂടിയ മുഖമൊക്കെ. നിങ്ങൾക്ക് ദേഷ്യം വരും. സത്യം പറഞ്ഞാൽ TV പെണ്ണുങ്ങൾക്ക് ഇത് അഭിനയമാണ്, മൊത്തം കുട്ടിയാണ്. അഴുകി കഴിഞ്ഞാൽ ഒറിജിനാലിറ്റിയുമാണ്. ചില സത്യം പറഞ്ഞാൽ അധികം കുട്ടിയൊന്നും ഇല്ലെന്ന് തോന്നാം. നന്നായി പോകാൻ ഞങ്ങളൊക്കെ ഈ കല്യാണം നടത്തി കഴിഞ്ഞാൽ അടുത്ത സഹായത്തിന് വരുമ്പോൾ ഈ കൊച്ചിനെ തന്നെ കല്യാണമാണ് നടത്തിയത്. പണ്ടൊരു കൊച്ചൻ കല്യാണം കാണിക്കാൻ പോയപ്പോൾ കണ്ട പെണ്ണല്ല സ്റ്റേജിൽ ഇരിക്കുന്നത്. എനിക്കുണ്ട്, ഞാൻ കണ്ട പെണ്ണല്ല കുട്ടി, മച്ചായ കുട്ടിയായിരുന്നു. അപ്പം നിങ്ങൾ മനസ്സിലായാലും സത്യമൊക്കെ ഈ ഞങ്ങളത് TV യുമായിട്ട് ബന്ധപ്പെടാണ്ട് എനിക്കൊണ്ട് അവരോട് ചോദിച്ചാൽ മതി. ഇപ്പം ഇതൊക്കെ ഇട്ട് അവർ കീറുന്നത്. ഞാൻ പറയാൻ വന്നതേ, ഈ TV കാണുന്ന പെണ്ണിന് അഭിനയം തൊഴിലാണ്. അവർക്ക് കുടുംബജീവിതമൊക്കെ കുറവാണ്. ഹോട്ടലിലായിരിക്കും വാസം. അവർക്ക് തീ ഊതണ്ട, വിറക് കീറണ്ട, വെള്ളം കോരണ്ട, മക്കളെ വളർത്തണ്ട, അധികം തോരനരിയണ്ട, തുണി അലക്കണ്ട. നിന്റെ ഭാര്യയ്ക്ക് ഇതെല്ലാം ചെയ്യണം. കരിയണം, ചാരവും സോപ്പും ഒക്കെ ഇട്ട് തുണി അലക്കണം, വിറക് കീറണം. എപ്പോഴും ഒന്നും ഇരിക്കില്ല സൗന്ദര്യമാണ്. അപ്പം TV കണ്ട വെള്ളിനെ ദൂരെ കളഞ്ഞിട്ടേ ദൈവം നിനക്ക് നന്ദി, കൂട്ടാളികളെ കയ്യിൽ സ്നേഹത്തോട് തിരിക്കണം. നിനക്ക് ഏറ്റവും അനുയോജ്യമായ ദൈവം തന്നത് അനുയോജ്യമായതാണ് ഓർത്തോളം. 3-മത് 2 പേരും ഒന്നിച്ച് ചൂടാകും. കേൾക്കുന്നുണ്ടോ പറഞ്ഞു? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൻ പറയും, അവൾ കേൾക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞ് പറയുന്ന അവള് പറയും, അവൻ കേൾക്കും. കുറച്ച് കഴിയുമ്പോൾ 2 പേരോട് പറയും, നാട്ടുകാർ കേൾക്കും. അതുകൊണ്ട് 2 പേരോട് പറയരുത്, നാട്ടുകാർ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. 1, ലവ് ടുഗദർ, പ്രേ ടുഗദർ. മക്കളെ, എന്ത് തിരക്കുണ്ടെങ്കിലും ഒന്നിച്ച് പ്രാർത്ഥിക്കണം. സന്ധ്യയ്ക്ക് അവർ നാമം ജപിക്കുവായി. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയായ, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരെ, നിങ്ങൾക്കറിയാമോ, നമ്മുടെ മാതാപിതാക്കളുടെ ഗാനങ്ങൾ, ആരാധനകൾ കേട്ടുകൊണ്ടായിരുന്നു പണ്ട് നാട്ടുകാർ ഉറങ്ങാൻ പോയിരുന്നത്. അവരുടെ പാട്ടുകൾ കേട്ടുകൊണ്ടായിരുന്നു നാട്ടുകാർ ഉണർന്നിരുന്നത്. എഴുന്നേറ്റ് നേരെ ഓർക്കേണ്ടിയിരുന്നു. ഒരുപാട് നിലയ പാട്ടുണ്ട്. അരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, മാനസത്തിൽ സാധു അന്ധനായി തീർന്നിടല്ലേ, സാധു ദേശ കരുണേശ പൊന്നുദാദാ ആമദേശ കരുണേശ പൊന്നുദാദാ Mother
നമ്മളൊന്നും വീഴ്ചയിൽ നിന്നും യോഗ്യതാവിൽ നിന്നും അല്ല ഇത് പഠിച്ചു. ഒന്നിച്ച് കൈകോർത്ത് പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. അറിയുമോ, നിങ്ങളുടെ വീട്ടിൽ തീ കത്തിയില്ലെങ്കിലും ആരാധന തീ കത്താതിരിക്കരുത്. പുക ഉയർന്നില്ലേലും പ്രാർത്ഥനയുടെ പുക ഉയരാതിരിക്കും. ഇത് പഠിച്ചോണം. എവിടെ പോയാലോ കുടുംബ പ്രാർത്ഥന. ദൈവത്തെ കൂടാതെ നീ വട്ടപൂജ്യമാണ് എപ്പോഴും ഓർക്കണം. ദൈവത്തിന് വേണ്ടിയുള്ള ഇന്നത്തെ നഷ്ടങ്ങൾ നാളത്തെ വലിയ നേട്ടങ്ങളാണ്. ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ഇന്നത്തെ നേട്ടങ്ങൾ നാളത്തെ വലിയ നഷ്ടങ്ങളാണ്. അത് വിവാഹ ജീവിതമാണല്ലോ. അങ്ങനെ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. മേക്ക് ഡിസിഷൻ ടുഗദർ. ഒന്നിച്ച് തീരുമാനമെടുക്കുക. ഹവ്വയ്ക്ക് പറ്റിയ തെറ്റ്, ആദാമില്ലാത്ത സമയത്ത് പാമ്പ് പിശാച് വന്നപ്പോൾ അവൾ പറയണമായിരുന്നു, എനിക്കൊരു ഭർത്താവുണ്ട്, ഞാൻ ചോദിക്കേണ്ടത്, ദൈവത്തോട് ചോദിക്കേണ്ടത്. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നിഷ്ടമാണ്. പണ്ട് ആശ്രയം, ഇന്ന് ആശ്രയത്തെ. എനിക്ക് വേറെ കൃപയുടെ കിട്ടിയത്, പണ്ട് ഒരു വീട്ടിൽ ഒരാൾ അധ്വാനിക്കുന്നു, എല്ലാവരും കൂടെ ജീവിക്കുന്നു, അല്ലേ അല്ലേ? ഒറ്റയാള്, 5 മക്കളുണ്ട്, ഭാര്യയുണ്ട്, വല്യമ്മച്ചിയുണ്ട്. ആ മനുഷ്യനെ ആശ്രയിച്ചായിരുന്നു. ഇന്നിപ്പോ എല്ലാവരും കൂടെ അധ്വാനിക്കുന്നു. ആർക്ക് വേണ്ടിയാ? ഒന്നോ ഒരു മുറിക്ക് വേണ്ടി, ആകെ ഒരു വച്ച്. പണ്ട് വിവാഹം കഴിക്കാൻ പാടും, പണ്ട് വിവാഹം കഴിക്കാൻ എളുപ്പവും ഒഴിയാൻ പാടുമായിരുന്നു. ഇന്ന് വിവാഹം കഴിക്കാൻ എളുപ്പവും ഒഴിയാൻ പാടുമായി. ഡിസിഷനും ഇന്നത്തെ പ്രശ്നം എന്നാ? താമസിക്കുന്ന വീടും പറമ്പും വിൽക്കാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പെണ്ണുമ്പോൾ അറിയുന്ന വസ്തു കിട്ടുന്നു. ജീവിതത്തെ ഗൗരവമായി തീരുമാനം ഒന്നിച്ചെടുക്കണം. നിങ്ങൾക്ക് മക്കളെ കിട്ടുമ്പോൾ അവരോട് ചോദിക്കണം. പല കുടുംബവും തകരാൻ കാരണം തന്നിഷ്ടങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞാണ് ഞാൻ കല്യാണം നടന്നത്. പിന്നെ സ്റ്റേ ടുഗദർ, ഒന്നിച്ച് വസിക്കുക. ഇപ്പം രണ്ടുപേരും രണ്ടിടത്താ, ഒരാളുടെ ശമ്പളം കൊണ്ട് ജീവിക്കണമെന്ന് കമ്പാനിയൻഷിപ്പ്. വിവാഹം എന്തിനാ? അമ്മയ്ക്ക് കൂട്ടിന് വേണ്ടിയാണ് എന്ന് പറയും. കല്യാണം കഴിക്കുന്നതിനാണ് അമ്മയ്ക്കൊരു കൂട്ട് വേണം. അങ്ങനെ 2-3 കൂട്ടുകാരികളെ പിടിച്ചോടെ എന്താ വേലക്കാരിയാണ്. ചിലർ കടഭാരം മാറാനാണ്, അതിന് ചുറ്റി പിടിക്കുക, അല്ലെ ബാക്കി കൂടിയാണ്. ചിലർ പറയും ചെറുക്കൻ്റെ ദുശീലം മാറാനാണ്. അയ്യോ, ആ പെണ്ണിൻ്റെ അതുകൂടി അധോഗതിയാണ്. ചെറുക്കൻ്റെ ദുശീലം മാറാനല്ല കല്യാണം. അവനെ കൊണ്ടുവന്ന് ദുർഗുണ പരിഹാര പാഠശാല വിടണം. കമ്പാനിയൻഷിപ്പിന് വേണ്ടിയാണ്, ഒന്നിച്ച് വസിക്കാൻ, വംശവർദ്ധനത്തിന് വേണ്ടിയാണ്. അവിടെ നിങ്ങൾ ഒന്നിച്ച് വസിക്കുക. സ്റ്റേ ടുഗദർ എന്ന് പറഞ്ഞാൽ ഇവിടെ മരണം വരെ, ഞാൻ പിന്നെ പറയും. പിന്നെ ലവ് ടുഗദർ, ഒന്നിച്ച് സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കണമെന്നാണ് വേദവസം പറഞ്ഞറിയാമോ? യേശു സ്നേഹിച്ച പോലെ, ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ. ക്രിസ്തു എങ്ങനെയാ സ്നേഹിച്ചേ? പണം കണ്ടല്ല, സൗന്ദര്യം കണ്ടല്ല, ആരോഗ്യം കണ്ടല്ല. നിന്റെ ഭാര്യയ്ക്ക് പണം ഉണ്ടേലും ഇല്ലേലും, നിന്റെ ഭർത്താവിന് സൗന്ദര്യം ഉണ്ടേലും ഇല്ലേലും സ്നേഹിക്കണം. ഈ ക്യാമറ, എന്നാലും ഇവിടെ അധികം ക്യാമറ ഇല്ല, ഇത്രയും മതി, അത് തന്നെ അധികമായിരുന്നു. ഇതുള്ള ക്യാമറ നിങ്ങളുടെ നേരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ കല്യാണം കഴിയുമ്പോൾ നല്ലൊരു ആൽബം നിങ്ങൾക്ക് അവർ തരും. അത് കണ്ട് നിങ്ങൾ ഞെട്ടും, ഇത്രയും ഗ്ലാമർ ഉണ്ടോ. ഈ ഇരുന്നവരെല്ലാം ഇതുപോലെ ഇരുന്നവരാ. അവരുടെ കല്യാണ ഫോട്ടോ കണ്ട് അവരും ഞെട്ടി, ഇത്രയും ഗ്ലാമർ ഉണ്ടോ. പക്ഷെ ഇപ്പൊ ഓരോന്നിന്റെ പരുവം കണ്ടില്ലേ? ഇത്രയുള്ള സൗന്ദര്യം. മക്കളെ, കണ്ണുകുഴിഞ്ഞാലും കവളൊട്ടിയാലും പേഴ്സുകാരിയായാലും കുറയാത്ത സ്നേഹമുള്ളത്. ഫാമിലി ലൈഫിൽ അതൊക്കെ വരും, എല്ലാവരും കൈവിടും. ഇപ്പൊ പാടിയില്ലേ, ആരും എനിക്കില്ലെന്നോ? എന്താ പാടിയേ? ആരും എനിക്കില്ലെന്നോ, ഞാൻ ഏകനായി ആരുമേ ഇല്ലെന്നോ, ഞാൻ ഏകനായി മാതാപിതാക്കളെ, പരിമത്താകന്മാരെ, നിങ്ങളെ ഒറ്റപ്പെടുത്തും, സമൂഹം ഒറ്റപ്പെടുത്തും, ബന്ധുക്കൾ ഒറ്റപ്പെടുത്തും, എല്ലാവരും കൈവിടും. നിങ്ങളുടെ ഭാര്യ പറയരുത്, നിങ്ങൾ വരുത്തി വെച്ചത് നിങ്ങൾ അനുഭവിച്ചു. ആര് പറയണം? ആര് കൈവിട്ടാലും വെച്ചാൽ ഞാൻ കൂടെ കാണും. മക്കളെ, അതാണ് തക്ക തുണ.
എസാർ എന്ന പദമാണ്. എസാർ അത് ദൈവത്തിന് ഉപയോഗിക്കുന്ന, ഞാൻ എൻ്റെ കണ്ണ് പുറത്തു നൽകിയിരുന്നു, എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. ദൈവത്തിന് ഉപയോഗിക്കുന്ന പദമാണ്. ഇസ്രായേലിന്റെ സഹായകൻ മയങ്ങുന്നില്ല. ദൈവം കഴിഞ്ഞാൽ ഒരു പുരുഷന്റെ തുണ ഭാര്യയായിരിക്കാം. എന്തായാലും വലുതായിട്ട് എനിക്ക് അമ്മാച്ചന്മാരുണ്ടെന്ന് പറഞ്ഞ് തോന്നല്ല തക്ക തുണ. അതുകൊണ്ട് ജീവിതത്തിൽ ഇതൊക്കെ വരുമ്പോൾ രണ്ടുപേരും കൈകൊണ്ട് കൈ കൊടുത്തു പിടിക്കണം. ദൈവസഹായം. നിങ്ങൾ പരസ്പരം ധൈര്യപ്പെടുത്തണം. ഒരു ആത്മീയ അന്തരീക്ഷത്തോട് ഞാൻ പറയാം, ധൈര്യപ്പെടുത്തണം. എന്താ? ഭാര്യ തളരും, ഭർത്താവ് ധൈര്യപ്പെടുത്തണം. ഭർത്താവ് തളരുമ്പോൾ ഭാര്യ ധൈര്യപ്പെടുത്തണം. അപ്പനും അമ്മയും തളരുമ്പോൾ മക്കൾ ധൈര്യപ്പെടുത്തണം. മക്കൾ തളരുമ്പോൾ അപ്പനും അമ്മയും ധൈര്യപ്പെടുത്തണം. അതാ ഇപ്പോഴത്തെ പ്രശ്നം. കിടത്തി ചാടുകയല്ല, ട്രീമേറ്ററാക്കി ചാടുകയല്ല. എന്താ പറയുക? ഇതുവരെ നമ്മളെ നടത്തിയ ദൈവം ഇനിയും നടത്താൻ ശക്തനാണ്. എടി കൊച്ചേ, ഇതുവരെ നടത്തിയ ദൈവം ഇനി നടത്തും. നിങ്ങൾക്കത് പറയാൻ കഴിയുമോ? ദൈവാശ്രയം കൊണ്ടേ നടക്കും. നിങ്ങളുടെ എല്ലാ സ്ഥിതിക്കും മാറ്റം വരുത്താൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഇത് പറയാൻ ഞാൻ കല്യാണം നടത്താറില്ല. അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നു എന്ന അർത്ഥം അവരെ ഉപേക്ഷിക്കണമല്ല. ഇവിടെ റിജുമോൻ, ഈ മകളെ ആര്യയുടെ അമ്മയല്ലേ ഇരിക്കുന്നത്, ഈ മോളെ വളർത്തി ഈ അമ്മ തരിക. ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു പിതാവും നിത്യതയിൽ ചേർക്കപ്പെട്ടില്ലേ. അയ്യോ, വിശ്വാസത്തിലായിരുന്നില്ലേ? മോളെ, ഞാൻ നിന്നോട് പറയാം, ആരും ഇവിടെ വന്നില്ലേലും തമ്പുരാൻ വന്നിട്ടുണ്ട്. കർത്താവിന് വരാതിരിക്കാൻ കഴിയില്ല. പിതാവില്ലാത്തവർക്ക് നല്ലൊരു മോനെ, ബിജുമോനെ, ബിജുമോന്റെ സിസ്റ്റേഴ്സ് ആയിരിക്കുന്നല്ലേ? അതാ സിസ്റ്റർ. ഈ ആര്യ അമ്മ വളർത്തി പഠിപ്പിച്ച് ജോലിയൊക്കെ വാങ്ങിച്ച് ബിജുമോന്റെ തരിക കേട്ടോ. ഈ മോളെപ്പോൾ ഈ അമ്മയെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ വിടുവോ? വിടുവോ? വിടും. കൂടെ പോണം കേട്ടോ. നേരത്തോട് പറ. അതുപോലെ എന്തെങ്കിലുമൊക്കെ നന്മ അവർക്ക് എന്തോ ഉണ്ടോ ഇല്ലെന്നറിയില്ല. ഈ മോളെ ജീവിതാവസാനം വരെ ഈ അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ രുചി തടസ്സം നിൽക്കുമോ? അതുപോലെ അരിയ ആ പപ്പായും മമ്മി ഈ റിജുവിനെ വളർത്തി നിന്റെ ഈ തരുമ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നീ ആ വീട്ടിൽ ചെല്ലുന്ന നിമിത്തം ഈ അപ്പൻ്റെ അമ്മയുടെയും കണ്ണ് നിറയാൻ പാടില്ല. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് എന്ത് ചെയ്യുമോ നാളെ നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. വിശുദ്ധ ബൈബിൾ പറയും, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും. ഇവിടെ അടുത്തൊരു കല്യാണം നടത്തിയത് 30 ലക്ഷം ആളുകളാണ്. ഈ ഒരാഴ്ച നിങ്ങൾ കണ്ടാണ് 4 മില്യൺ കരയുക, മുസ്ലിം സഹോദരൻ ഉൾപ്പെടെ. അപ്പനെ അമ്മമാരി, ഞാനിതെന്തിനാ പറഞ്ഞു ചോദിച്ചാല്, എന്നെ TV പ്രഭാഷണം കണ്ടൊരു പെങ്കൊച്ച് വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വീട്ടിൽ പോയിട്ട് 10 വർഷമായി, എന്നെ വിടില്ല. എന്താ കാരണം? കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ അളിയനും തമ്മിൽ ഏതാണ്ട് ചെറിയ പ്രശ്നം, സൗന്ദര്യപ്പിഴപ്പം ഉണ്ടായതാ. പിന്നെ അവനെ വീട്ടിൽ വിടില്ല. എനിക്ക് എന്നാ വിളിക്കണ്ടേ? ഞാൻ എല്ലാ കല്യാണത്തിനും പറയും, ഒരു കല്യാണം ഞാൻ നടത്തുമ്പോൾ അപ്പനും അമ്മയും കാര്യം വളരെ പ്രസിദ്ധരാണ്. കല്യാണം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഇന്ന് കരഞ്ഞേ? നിങ്ങൾ എത്ര കല്യാണത്തിന് എൻ്റെ കൂടെ പാടിയാ? ഒരു പാസ്റ്റർ ചങ്കു പറിച്ചാടി കൊടുക്കുന്നത് കേൾക്കുന്നുണ്ടോ സഹോദരങ്ങളെ, ആളുകളെ? അപ്പനും അമ്മയും ഒരു കുഞ്ഞിനെ വളർത്തി നിന്നെ ഏൽപ്പിക്കുമ്പോഴേ ചങ്കു പറിച്ചാണ്. നിനക്ക് ഇടിക്കാനുള്ളതല്ല, നിനക്ക് തൊഴിക്കാനുള്ളതല്ല, നിന്റെ കോപം തീർക്കാനുള്ളതല്ല ഭാര്യ. അതുപോലെ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം, സംരക്ഷിക്കണം. തിരുവിതാംകൂറിലെ 6 മക്കളുടെ അമ്മ ആർക്കും വേണ്ട, വലിയ സമ്പന്നരാ. അപ്പം നേരത്തെ മരിച്ചു. ആദ്യോ ഓർഡർ ഇട്ടു, അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കും, ഇവിടെ ഹാജരാകാൻ പറഞ്ഞു. ആരെണ്ണോ ഹാജരായി, കുടുംബമായി. ആദ്യം എഴുതി വെപ്പിച്ച് 3 മാസം മാറി നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് എഴുതി വെച്ച് വീട്ടിൽ ചെന്നപ്പോ അമ്മയെ സമ്പരാനം കൊണ്ടുപോയി. അമ്മ മരിച്ചു കിടക്ക, ആത്മഹത്യ ചെയ്തല്ല. ദൈവം തമ്പുരാൻ പറഞ്ഞ് നീ ഒന്നും നോക്കണ്ടാടാ കേട്ടോ. ഇന്നെന്ത് ചെയ്യുമോ നാളെ ചെയ്യും. നിന്റെ അപ്പൻ അനുഭവിച്ച്, ഇന്നലെ അനുഭവിച്ചത്
വെയിലായി നീ ഇന്ന് അനുഭവിക്കുന്ന തണൽ. നിന്റെ അമ്മ അവരൊടുക്കാതെ നിന്നെ വളർത്തി. നീ അമ്മയെ വേദനിപ്പിക്കല്ലേ, കരയിപ്പിക്കല്ലേ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ മർമ്മം വലിയത്. മണവാളൻ മറ്റൊരു മണവാളൻ, മണവാട്ടി മറ്റൊരു മണവാട്ടിക്ക് ഈ വിവാഹം സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന വലിയൊരു കല്യാണത്തിൽ നാം സന്തോഷിച്ചുല്ലസിച്ച് ദൈവത്തിന് മുഖത്ത് കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. മനുഷ്യവർഗത്തിന് വേണ്ടി അവസാനത്തോടെ രക്തം വരൂറ്റി 2000 വർഷം മുമ്പ് കാൽവറിയിൽ മരിച്ച നസ്രയനായ യേശു മടങ്ങി വരും. യേശുക്രിസ്തുവിന്റെ പാപപരിഹാരത്തിൽ വിശ്വസിച്ച് അവനെ കാത്തിരിക്കുന്ന ദൈവസഭയോടുന്ന പേരാണ് മണവാട്ടി. യേശുക്രിസ്തു ആകുന്ന മണവാളൻ തന്റെ ചങ്കിലെ ചോരയാ വിലക്ക് വാങ്ങപ്പെട്ട ദൈവസഭയെ സ്വീകരിക്കുന്ന ദിവസത്തിനാണ് കുഞ്ഞാടിന്റെ കല്യാണം. അത് വരും. യേശു മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ കൈവർത്തുന്ന സമയം അതിന്റെ അടയാളങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാതിയോടും രാജ്യത്തോടും യേശു വരും. 2 കാന്തകൾ ഒരുക്കപ്പെടും. ഒന്ന് കുഞ്ഞാടിന്റെ കാന്ത, 2 ആന്റിക്രൈസ്റ്റിന്റെ കാന്ത. നിങ്ങൾ എന്തിനാലും ഒരുങ്ങുന്നു? പ്രസംഗിക്കുന്ന പാസ്റ്റർ ഈ മോനശുൾപ്പെടെ ഈ വധൂവരന്മാരുൾപ്പെടെ ഏതെങ്കിലും ഒരു കാന്തയിൽ അംഗമാണ്, ഏതെങ്കിലും ഒരു മണവാട്ടിയാണ്. യേശുവിന്റെ വരവിനായി വിടുക. എല്ലാ കണ്ണമടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയാണ്? ഭവനമാണോ വനമാണോ? പിശാച് തകർക്കുന്ന ഭവനമുണ്ട്, ദൈവം പണിയുന്നുണ്ട്. നിങ്ങളുടെ പിശാച് തകർക്കുന്നതോ ദൈവം പണിയുന്നു. യേശുവെ എന്ന് വിളിക്കാമോ? എന്നെ പണിയാൻ പറയാമോ? ദൈവഹിതമില്ലാത്തൊരു വിഭാഗം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ആരും നിന്റെ വീട്ടിൽ വന്ന് കയറാനില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ ദാസൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഒരു പ്രത്യാശയുടെ 2 ഗാനത്തിന്റെ 2 ഈരടികൾ ഗായക സംഘം പാടും. അതിനുശേഷം വാസുവിൽ പ്രവേശിക്കും. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഈ അനുഗ്രഹപ്രേരിയമായ ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല, തക്ക തുണ നൽകി കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവമേ, അവിടുത്തെ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഇത്ര അനുഗ്രഹമായി ശുശ്രൂഷിപ്പാൻ ദൈവത്തിന്റെ ദാസന്മാരവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവ് റെജിമോനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിമിതവരനെ ദൈവം അനുഗ്രഹിക്കണമേ, കൃപയെ ദൈവം കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആര്യമോൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നെ മകളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ യാത്രകൾ ദൈവ സാന്നിധ്യം അവിടെ നിന്ന് കൂടെ ഇരുന്നുവല്ലോ. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഹാളിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സ്തോത്രം. ഉഭയസമ്മതത്തിൽ ഉടമ്പടിയിൽ കൂടെ കർത്താവെ, സ്തോത്രം. കർത്താവെ, യാതൊരായി തീരുവാൻ സ്വർഗം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ, കൃപയെ കാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിൽ ദൈവം അനുഗ്രഹമാക്കി നടത്തി തരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവ് ശ്രീമാൻ രാജു ഗൗരിക്കിന്റെയും മാതാവ് ശ്രീ സുസമരാജന്റെയും മകനും ഹെവൻലി ലൈഫ് സെന്റർ സഭാംഗമായ റിച്ചിമോൻ രാജു എന്തൊരു ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ഇരുമ്പഴ റോഡ് വില്ലേജിൽ പൂവൻപിള്ള വീട്ടിൽ പിതാവ് പരനായ മോഹൻജിയുടെയും മാതാവ് ശ്രീ ഷീജമോളുടെയും മകളും ബ്രിട്ടീഷ് ഹെവൻലി ലൈഫ് സഭാംഗമായ ആര്യ വിശുദ്ധ വിവാഹം ഇന്നേ ദിവസം നടത്തേണ്ടത് ബന്ധപ്പെട്ടവർ കൂടി ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചുള്ളൂ. ഈ വിശുദ്ധ വിവാഹത്തിന് സാക്ഷികളാകുവാൻ നമ്മെ എല്ലാവരെയും ആദരവോടുകൂടി ക്ഷണിച്ചു വരുത്തിക്കൊള്ളുവാണ്. ഈ വിവാഹം നടത്തി കൊടുക്കുവാൻ കാര്യമായ എന്തെങ്കിലും തടസ്സം, അതായത് ഇന്ത്യൻ ഭരണഘടന സംബന്ധമായോ വിശുദ്ധ ബൈബിൾ സംബന്ധമായോ ഇരു സഭകളുടെയും ഭരണഘടന സംബന്ധമായോ ധാർമ്മികമായുണ്ടെങ്കിൽ രേഖാമൂലം ഞങ്ങളെ അറിയിപ്പാൻ കാരണം അവസരം ഉണ്ടായിട്ടും ഇതുവരെ ആരും അറിയിച്ചിട്ടില്ല. എന്നാൽ വിവാഹ ശുശ്രൂഷ നടത്തുവാൻ ദൈവത്താലും ഇരു കുടുംബങ്ങളാലും ഇരു സഭയാലും നിയമിക്കപ്പെട്ട ദൈവദാസങ്ങളിൽ ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നത് റിച്ചുമോൻ രാജു എന്ന ഈ യുവാവിന്റെയും ആര്യ എന്ന സ്ത്രീയുടെയും വിവാഹം നടത്തി കൊടുക്കാതിരിക്കാൻ തടസ്സമായി ഇന്ത്യൻ ഭരണഘടന സംബന്ധമായോ ഇരു സഭയുടെയും ഭരണഘടന സംബന്ധമായോ ധാർമ്മികമായോ എന്തെങ്കിലും ന്യായമായ തടസ്സങ്ങളുണ്ടെങ്കിൽ പൂർണ്ണമായ രേഖകളോടും തെളിവുകളോടും കൂടെ അവ ഹാജരാക്കാനുള്ള
അവസാന സന്ദർഭമാണ് ഈ സന്ദർഭം. ഇല്ല എങ്കിൽ ഇപ്പോൾ അതുപോലെ എപ്പോഴും നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ മൗനമായിരിക്കേണ്ടതും ഈ വിശുദ്ധ വിവാഹത്തിന് നിങ്ങൾ എല്ലാവരും സാക്ഷികൾ ആയിരിക്കേണ്ടതും ആവും. ജ്വാലയ്ക്കത് കണ്ടുള്ളവരും കണ്ണൂർ ശേഷമായി കാൽപ്പാടുള്ളവരും മനുഷ്യരെ കാണാത്തവർ കാണുവാൻ കഴിയാത്തവരുമായ ദൈവിക സിംഹാസനമാകെയാണ് രണ്ടുപേരും നിൽക്കുന്നത്. ഇന്നെന്ന പോലെ ഒരു നാളിൽ ദൈവിക ന്യായസഭകൾ കിട്ടിവരും. മനുഷ്യൻ പറഞ്ഞ നിസ്സാരവാക്യം ദൈവസംഘടന കൊണ്ട് കിട്ടിവരും. ഈ ഉത്തമബോധത്തോടെ ദൈവദാസനായ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി നൽകേണ്ടതാണ്. നടത്തുവാൻ നിയമിക്കപ്പെട്ട ദൈവദാസങ്ങളിൽ എനിക്ക് ചോദ്യങ്ങൾ ചോദിപ്പാതിരിക്കാൻ കഴിയില്ല. ആദ്യം ഋജുമോനോട് ഞാൻ ചോദിക്കുന്നു, ഈ വിശുദ്ധ വിവാഹാവസ്ഥയിൽ പ്രവേശിപ്പാൻ തടസ്സമായി ശാരീരികമായോ മാനസികമായോ രഹസ്യമായോ പരസ്യമായോ എന്തെങ്കിലും തടസ്സം നിന്റെ ജീവിതത്തിലുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ട ആര്യ MS ചോദിക്കുന്നു, നമ്മളെ ഈ വിശുദ്ധ വിവാഹാവസ്ഥയിൽ പ്രവേശിപ്പാൻ തടസ്സമായോ ശാരീരികമായോ മാനസികമായോ ധാർമ്മികമായോ എന്തെങ്കിലും തടസ്സം നിന്റെ ജീവിതത്തിലുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ട ഋജുമോനോട് വേണ്ടി ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന ആര്യ MS എന്ന യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ സമ്മതമാണോ? സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിലെ എല്ലാ അവസരത്തിലും നീ അവളെ സ്നേഹിച്ചും ബഹുമാനിച്ചും സംരക്ഷിച്ചും പോറ്റി പുലർത്തിയും അവരോട് മാത്രം ചേർന്നിരുന്ന ഒരു വിശ്വസ്ത ഭർത്താവിൻ്റെ എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. God bless you. പ്രിയപ്പെട്ട ആര്യോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമയം നിൽക്കുന്ന ഋജുമോൻ രാജു എന്ന യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമാണോ? സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിലെ എല്ലാ അവസരത്തിലും നീ തന്നെ സ്നേഹിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും കീഴ്പ്പെട്ടു ദൈവത്തോട് മാത്രം ചേർന്നിരുന്ന ഒരു വിശ്വസ്ത ഭാര്യയുടെ എല്ലാ കടമകളും ഉത്തരവാദിത്തം നിറവേറുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നുവോ? God bless you. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ സമ്മതവും ഇവരുടെ തീരുമാനവും അറിയിച്ചിരിക്കുക. ഈ ശുശ്രൂഷ നടത്തി കൊടുക്കുവാൻ തടസ്സമില്ലാകിയ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നു. നമ്മുടെ ദാസന്മാർ സ്റ്റേജിലോട്ട് എഴുന്നേൽക്കാം. ഗായകൻ തോൽപ്പാട്ടുകൾ. സ്ഥാനത്തേക്ക് വരികയാണ്. നിങ്ങളുടെ വീട്ടിൽ ഭൂമിയിൽ ഉരുവാകും മുമ്പ് നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് നിങ്ങളെ കണ്ട സർവശക്തനായിരിക്കും. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ നിങ്ങളെ ഓപ്പനക്ഷരം ചുരുവിച്ച് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിപ്പാൻ നിങ്ങൾക്ക് ഭാഗ്യം തന്നതയോ വിദ്യാഭ്യാസവും ആരോഗ്യവും സൗകര്യം തന്നതയോ ഈ ദിവസത്തിനായി നിങ്ങളെ സൂക്ഷിച്ചറിയുക. എല്ലാറ്റിലും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റി നൽകിയ പ്രാണപ്രിയൻ ഈ വൈകിയ സമയത്ത് ഈ ഓഡിറ്റോറിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുക, യേശുവേ നിങ്ങളുടെ പ്രാണപ്രിയ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ രക്ഷിതാവേ, അവിടുന്ന് ഞങ്ങളെ ഒന്നാകണമേ. അവിടുന്ന് ഞങ്ങളെ ഒന്നാകണമേ. മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ സഹോദരൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ വൻകരം സ്വന്തമാക്കി തരേണ്ടതാണ്. വിശുദ്ധ വിവാദാവസ്ഥയിലേക്ക് വേറൊരു വാക്ക് പറഞ്ഞ് ഞാൻ നിങ്ങളെ കർത്താവിന്റെ നാമത്തിൽ ഒന്നാക്കാൻ പോവുകയാണ്. ഏതൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദാമിനെയും ഹവ്വയും ഒന്നാക്കി തീർത്ത പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം തന്നെ പ്രിയപ്പെട്ട ഋജുമോനെയും ആര്യയെയും ഒന്നാക്കി തീർക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഒരു ബഹുമാന സൂചകമായി എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. സ്വർഗ്ഗത്തിൽ ദൈവഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചതായി നാം വായിക്കുന്നു. ഈ അവസരം നമുക്ക് ഒന്നിച്ച് ഹഹാ ഹല്ലേലൂയ എന്ന ഗാനം അവൻ ആർക്കും കടക്കാരനല്ല. അതുകൊണ്ട് വലിയ നല്ല കാര്യമാണ്. എല്ലാവരും കൈകൾ ഉയർത്തി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദായ സമ്മതോടെ ആഹാ ഹല്ലേലൂയ മടിയാട്ടം. Hallelujah.
ആര്യ MS ആക്കുന്ന നിന്നെ ഇന്നു മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. ഇപ്പോൾ മുതൽ മരണം നമ്മെ ഓർമ്മിപ്പിക്കുന്ന നിമിഷം വരെ സുഖത്തിലും ദുഃഖത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ഉയർച്ചയിലും താഴ്ചയിലും, ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളും ഞാൻ നിന്നെ സ്നേഹിച്ചു, ബഹുമാനിച്ചു, സംരക്ഷിച്ചു, പോറ്റി പുലർത്തി, നിന്നോട് മാത്രം ചേർന്നിരുന്നുകൊണ്ട് ഒരു വിശ്വസ്ത ഭർത്താവിന്റെ എല്ലാ കടമകളും, എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചു കൊള്ളാമെന്ന് പിതാവാം ദൈവത്തെയും കർത്താവായ യേശുവിനെയും അവരുടെ വിശുദ്ധ സഭയെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി ഞാൻ വലുതരം തന്ന് ഇപ്പോൾ നിന്നോട് ഉഭയസമ്മതം ചെയ്തുകൊള്ളും. കർത്താവും അവന്റെ മരണം നമ്മെ ഓർപ്പിരിക്കുന്ന നിമിഷം വരെ സുഖത്തിലും ദുഃഖത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ഉയർച്ചയിലും താഴ്ചയിലും, ജീവിതത്തിലെല്ലാ അവസരങ്ങളിലും ഞാൻ അങ്ങയെ സ്നേഹിച്ചു, ബഹുമാനിച്ചു, അനുസരിച്ചു, കീഴ്പ്പെട്ടു. അങ്ങയോട് മാത്രം ചേർന്നിരുന്നുകൊണ്ട് ഒരു വിശ്വസ്ത ഭാര്യയുടെ എല്ലാ കടമകളും, എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചുകൊള്ളാമെന്ന് പിതാവാം ദൈവത്തെയും കർത്താവായ യേശുവിനെയും അവന്റെ വിശുദ്ധ സഭയെയും ശ്രേഷ്ഠദൂതന്മാരെയും സാക്ഷിയാക്കി ഞാൻ എൻ്റെ വലുതുകരം തന്ന് ഇപ്പോൾ അങ്ങയോട് ഉഭയസമ്മതം ചെയ്തുകൊള്ളും. കർത്താവും അവന്റെ ഒന്നാക്കിയ മഹാസ്നേഹം നന്ദി. അവർ ഒന്നിച്ചുള്ള യാത്രയിൽ, ജീവിതയാത്ര അവർക്ക് തുണയായി നിൽക്കണമേ. ദുഷ്ടപിശാചിയുടെ ജീവിതം നോക്കി നേരെ കൊടുക്കാറ്റിലടിക്കുമ്പോൾ അവിടുന്ന് നിന്നിട്ടവയെ ശാന്തമാക്കണമേ. കർത്താവേ, അവർ തങ്ങളുടെ ജീവിതയാത്രയിൽ നിന്ന് വാദമോ തർക്കമോ ഉണ്ടാകുമ്പോൾ ശിഷ്യന്മാർ ചേർന്ന് നടന്ന് വാദങ്ങളെ, തർക്കങ്ങളെ പരിഹരിച്ചതയോ നിന്റെ കുഞ്ഞുങ്ങളുടെ വാദങ്ങളെയും തർക്കങ്ങളെയും പരിഹരിക്കണമേ. ഇവിടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുമ്പോൾ കർത്താവേ, കനാവിലെ കല്യാണം നിർമ്മിച്ചെന്ന കുറവുകളെ പരിഹരിച്ചതയോ ഇവിടെ കുറവുകളെ പരിഹരിക്കണം. നിന്റെ മക്കൾക്ക് ആയുസ്സും ആരോഗ്യവും ബലവും കൃപയും ശക്തിയും അവിടെ നൽകണമേ. ഇവിടെ വലുതാമശാൽ അനുഗ്രഹീതരായ തലമുറകളെ അങ്ങ് നൽകണമേ. അവർ കർത്താവിന് പ്രസിദ്ധരാകണമേ. ഉത്തമനായ വിശ്വസ്തനായ ഒരു ഭർത്താവിന് വേണ്ട നൽവരങ്ങളാൽ പ്രിയമോനെ അങ്ങ് നിറയ്ക്കണമേ. വിശ്വസ്തനായ ഉത്തമനായ ഒരു ഭാര്യയ്ക്ക് വേണ്ട നൽവരങ്ങളാൽ പ്രിയമൾ ആര്യെ അങ്ങ് നിറയ്ക്കണമേ. അവരുടെ ജീവിതയാത്രകൾക്ക് തുണയായി നിൽക്കുകയും എല്ലാ വാഴ്വും നൽകണം. നിന്റെ നാമത്തിൽ നിന്റെ ദാസനാണ് അവരെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. കൈവേർപ്പെടുത്താം. ഒരു വാക്യം ഇവിടെ വായിക്കും, ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാവരും കേൾക്കണം. 19 3 വാക്യമാണ്.